ടിപ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം. 2025 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. 2025 പ്രവാസീയ ഭാരതീയ ദിവസ് വേദി ഭുവനേശ്വറാണ്. ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് 2025 പ്രവാസി ഭാരതീയ ദിവസ്. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ് ആയി ആചരിക്കുന്നത്. മുഖ്യാതിഥി ക്രിസ്റ്റിൽ കാർല കങ്കലു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡൻ്റായ ക്രിസ്റ്റിൽ കാർല കങ്കലു ആണ് 2025 പ്രവാസീയ ഭാരതീയ ദിവസത്തിലെ മുഖ്യാതിഥി. ഇന്ത്യ നേപ്പാൾ സൈനിക അഭ്യാസം സൂര്യകിരൺ എന്നാണ് അറിയപ്പെടുന്നത്. വേദി നേപ്പാളിലെ സൽജണ്ടി. ഇന്ത്യ നേപ്പാൾ സൈനിക അഭ്യാസം സൂര്യകിരൺ. വേദി സൽജണ്ടി, നേപ്പാൾ. ലോ സൂംഗു നം സൂങ്ങും ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് സിക്കിമാണ്. ലോ സൂങ്ങു ന സൂംഗും ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം സിക്കിം. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് വെസ്റ്റ് ബംഗാൾ. ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത്. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം വെസ്റ്റ് ബംഗാൾ. 2025 വനിതാ കബഡി വേൾഡ് കപ്പ് വേദി ഇന്ത്യയിൽ വെച്ചിട്ടാണ്, ബീഹാറിലാണ്. 2025 വനിതാ കബഡി വേൾഡ് കപ്പ് വേദി ബീഹാർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് വി രാമസുബ്രഹ്മണ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് വി രാമസുബ്രഹ്മണ്യം. കേരളത്തിൻ്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിൻ്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അടുത്തിടെ അന്തരിച്ച US-ൻ്റെ 39ാമത് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ജിമ്മി കാർട്ടർ. അടുത്തിടെ അന്തരിച്ച US-ൻ്റെ 39ാമത് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ജിമ്മി കാർട്ടർ. US-ൻ്റെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിക്കപ്പെട്ടത് വെള്ളത്തലയൻ കടൽപ്പരുന്തിനെയാണ്. US-ൻ്റെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിക്കപ്പെട്ടത് വെള്ളത്തലയൻ കടൽപ്പരുന്ത്. ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. ഹരിവരാസനം പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അടുത്തിടെ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി KS മണിലാൽ. 2025 പരിഷ്കാരങ്ങളുടെ വർഷമായാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. ഗുജറാത്തിലെ 34ാമത് ജില്ല വാവ് തരാഡ്. ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ചത് എയർ ഇന്ത്യ. 2025 UN ചില വർഷങ്ങളായിട്ടാണ് ആചരിക്കുന്നത്. അവ: ഒന്ന് ഹിമാനി സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം, മറ്റൊന്ന് അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം, സഹകരണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം, സമാധാനത്തിൻ്റെയും വിശ്വസ്തതയുടെയും വർഷം. 2025 UN ആചരിക്കുന്നത് ഹിമാനി സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം, സഹകരണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം, സമാധാനത്തിൻ്റെയും വിശ്വസ്തതയുടെയും വർഷം. ഇന്ത്യയിലെ ആദ്യ കടൽ ഗ്ലാസ് ബ്രിഡ്ജ് കന്യാകുമാരി. ICC റാങ്കിങ്ങിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് പോയിന്റ് നേടുന്ന ഇന്ത്യൻ ബൗളർ ജസ്പ്രീത് ബുംറ. ICC റാങ്കിങ്ങിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് പോയിന്റ് നേടുന്ന ഇന്ത്യൻ ബൗളർ ജസ്പ്രീത് ബുംറ. പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളിൽ ഒന്നാമത് ലാഹോർ. സ്കൂളുകൾക്ക് റിപ്പബ്ലിക് ദിന അവധി ഒഴിവാക്കിയ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. സ്കൂളുകൾക്ക് റിപ്പബ്ലിക് ദിന അവധി ഒഴിവാക്കിയ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. ചന്ദൂബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ആസാം. പ്രഥമ ഗോ വേൾഡ് കപ്പ് വേദി ഇന്ത്യയാണ്. 24 രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഭാഗ്യചിഹ്നം തേജസ് ആൻഡ് താര. മാൻവർഗത്തിൽപ്പെട്ട മൃഗങ്ങളുടെ ചിത്രം, അതാണ് തേജസ് ആൻഡ് താരയാണ് ഭാഗ്യചിഹ്നമായിട്ട് വരുന്നത്. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത നാവികാഭ്യാസം വരുണ. ലോക ബ്രെയിലി ദിനം ജനുവരി 4. 38ാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരം. ജേതാക്കൾ തൃശ്ശൂരാണ്. 2ാം സ്ഥാനം പാലക്കാട്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരം. ജേതാക്കൾ തൃശ്ശൂർ. 2ാം സ്ഥാനം പാലക്കാട്. ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞ് ഫ്രാങ്കി സാഡൻ മിസോറാമിലെ ഐസ്വാളിലാണ് ജനിച്ചത്. ഇന്ത്യയിലെ ആദ്യ ജനറേഷൻ ബീറ്റ കുഞ്ഞ്. 2025 മുതൽ 2039 വരെ ജനിക്കുന്ന കുട്ടികളാണ് ജനറേഷൻ ബീറ്റ എന്നറിയപ്പെടുന്നത്.
ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ ഗോത്രം ജരാവ. ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ ഗോത്രമാണ് ജരാവ. മോഡ്വർത്ത് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. മോഡ്വർത്ത് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. അമേരിക്കയുടെ പരമോന്നത സിറിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ലയണൽ മെസ്സി. അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരം ലയണൽ മെസ്സി. ദേശീയ ഹരിത ഹൈഡ്രജൻ ഹബ്ബിന് തറക്കല്ലിട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. നിലവിൽ വരുന്നത് പുഡിമടക്ക്, വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. ISROയുടെ 11ാമത് ചെയർമാനായി നിയമിതനായത് വി. നാരായണൻ, തമിഴ്നാട് സ്വദേശിയാണ്. 2025 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യം ഇന്തോനേഷ്യ. 2025 കരസേനാ ദിന പരേഡ് വേദി പൂനെ. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബഹദൂർ സിംഗ് സാഗു. 2025 ജനുവരിയിൽ അന്തരിച്ച മലയാളത്തിൻ്റെ ഭാവഗായകൻ പി. ജയചന്ദ്രൻ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ് എന്ന സമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത്. 2025 ജനുവരിയിൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 85. 1ാം സ്ഥാനം സിംഗപ്പൂർ, 2ാം സ്ഥാനം ജപ്പാൻ. ഇന്ത്യ ഗവൺമെൻറ് അവതരിപ്പിച്ച ലേല പോർട്ടലാണ് ബാങ്ക് നെറ്റ്. ലബനൻ്റെ പുതിയ പ്രസിഡന്റ് ജോസഫ് ഔൻ. ധനമന്ത്രാലയത്തിലെ റവന്യൂ സെക്രട്ടറി തുഹിൻ കാന്ത പാണ്ഡെ. ഫ്ലമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ആസാം. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ: കോഴിക്കോടുള്ള കാപ്പാട് ബീച്ച്, കണ്ണൂരിലുള്ള അഴീക്കോട് ചാൽ ബീച്ച്. അന്തർദേശീയ കള്ളപ്പണം തടയാൻ ആദ്യമായി സിൽവർ നോട്ടീസ് പുറപ്പെടുവിച്ച സംഘടന ഇന്റർപോൾ. മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച റേഡിയോ ചാനലാണ് കുംഭവാണി. 2025 ജനുവരിയിൽ അന്തരിച്ച മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ M. ചന്ദ്രശേഖരൻ. വെനസ്വേല പ്രസിഡന്റായി 3ാമതും അധികാരമേറ്റത് നിക്കോളാസ് മദുറോ. ദേശീയ യുവജന ദിനം ജനുവരി 12. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. 2025 പ്രമേയം: എഴുന്നേൽക്കുക, ഉണരുക, നിങ്ങളുടെ ശക്തി തിരിച്ചറിയുക. 2025 ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ വേദി അഹമ്മദാബാദ്. BCCI സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദേവജിത്ത് സൈക്കിയ. ക്രൊയേഷ്യൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് സോറൻ മിലനോവിച്ച്. രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം രാജരാജേശ്വര ക്ഷേത്രം, തളിപ്പറമ്പ്.